കഴിഞ്ഞ ശനിയാഴ്ച 17-ാം തീയതിയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ശ്രീ ഫ്രാൻസിസ് ജോർജിനെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്ന് എനിക്ക് 17-ാം തീയതി പ്രഖ്യാപന യോഗത്തിൽ എനിക്ക് ചേരാൻ സാധിച്ചില്ല. അതുകൊണ്ട് പലരുടെയും മനസ്സിൽ ഒരു തെറ്റിദ്ധാരണകളുണ്ട്. പലരുടെയും മനസ്സിൽ ചില തെറ്റായ വാർത്തകളും അതിനെ സംബന്ധിച്ച് പ്രചരിച്ചിരുന്നു. ആ വാർത്തകൾ നിഷേധിക്കാൻ ആണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പി ജെ ജോസഫ് സാർ എന്ത് തീരുമാനമെടുക്കുന്നോ അതുമേൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ജെന്റിൽമെൻ്റെ വാക്ക് 100% ഞാൻ പാലിക്കും എന്നുള്ളത് ആവർത്തിച്ച് പറയാൻ വേണ്ടിയാണ്. എനിക്ക് 17-ാം തീയതി വരാൻ പറ്റാത്തത് ബാംഗ്ലൂർ എനിക്കൊരു IAS-കാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് 1-2 ആഴ്ച മുമ്പ് തീരുമാനിച്ചൊരു പ്രോഗ്രാമാണ്. അത് മാറ്റിവെക്കാൻ സാധിക്കാത്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ 16-ാം തീയതി തന്നെ ശ്രീ പി ജെ ജോസഫ് സാറിനെ കണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പല ഫാക്ടേഴ്സുമുണ്ട് ഈ ഒരു തീരുമാനത്തിൽ, ഒരു ഫാക്ടർ മാത്രമല്ല, പല ഫാക്ടേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ആ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ശ്രീ പി ജോസഫ് സാറ് പറഞ്ഞത് 100% അംഗീകരിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഞാൻ പോയത്. 16-ാം തീയതി വൈകിട്ട് അദ്ദേഹത്തിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞു എനിക്ക് ബാംഗ്ലൂരുണ്ട്, അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ള രീതിയിലുള്ള ചിന്തകൾ, പ്രചരണങ്ങളൊക്കെ 100% തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറയാനും, ഈ ഇലക്ഷനിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് വളരെ ഭംഗിയായിട്ട് ജയിക്കും, 100,000-ൽ പരം വോട്ടിന് ജയിക്കും, UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, കേരള കോൺഗ്രസിൻ്റെ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ പുറകിലാണെന്നും ഈ കോട്ടയം സീറ്റ് UDF 100,000-ൽ പരം വോട്ടിന് ജയിക്കും എന്ന് ആവർത്തിച്ച് ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കുന്നത്. താങ്കൾക്ക് മുന്നിൽ PJ അവതരിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? അദ്ദേഹം എന്നോട് പല ഫാക്ടേഴ്സും പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തീരുമാനിച്ച് എന്നുള്ളത്. ആ ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സുണ്ട് അതിനകത്ത്. അത് ഞാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ പറയുന്നത് ശരിയല്ല. പക്ഷേ ആ ഫാക്ടേഴ്സ് എല്ലാം 100% ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീ പി ജെ ജോസഫ് സാറ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് മറിച്ച് വേറെ വാക്കുണ്ടാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുമേ ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് കൂടി എനിക്ക് ഉറപ്പാണ്. വളരെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടെ UDF സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് ജയിക്കും. ഇത് യോഗ്യതകളിലെ പല ഫാക്ടേഴ്സും ഉണ്ട് തീർച്ചയായിട്ടും. ആ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ട് ശ്രീ പി ജെ ജോസഫ് സാർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഉൾക്കൊള്ളുന്നു. കൂട്ടത്തിൽ പറയുമ്പോൾ ശ്രീ പി ജെ ജോസഫ് സാറായിട്ട് എനിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. ഡോക്ടർ ശാന്ത മേനാച്ചേരി കുടുംബത്തിലാണ്. ഞാനും മേനാച്ചേരിയാണ്. MP ജോസഫ്, ഈ M നിൽക്കുന്നത് മേനാച്ചേരിയാണ്. അവരുടെ വീട് പുത്തമ്പള്ളിയിലാണെങ്കിൽ വെറും 5 കിലോമീറ്റർ ഇപ്പുറം കൊച്ചാല് വള്ളുവള്ളിയിലാണ് എൻ്റെ വീട്. ഞങ്ങൾ ഈ മേനാച്ചേരി കുടുംബം ഒരു വലിയ കുടുംബമാണ്. പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതാണ്ട് 10,000-3,000 വോട്ടുകൾ ഉള്ളവരാണ്, ഒരുപാട് കുടുംബങ്ങളുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പല ബന്ധങ്ങളുണ്ട്. ഒരു വശത്ത് ഞാൻ മാണി സാറിൻ്റെ മരുമകനാണെങ്കിൽ മറുവശത്ത് പി ജെ ജോസഫ് സാറായിട്ട് എനിക്ക് പല ബന്ധങ്ങളുണ്ട്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഒരു ബൈബിളിലൊക്കെ പറയുമല്ലോ, എന്താണ് നീതിമാനായ ഔസേപ്പ് പിതാവിനെ കുറിച്ച്. ശ്രീ പി ജെ ജോസഫ് നീതിമാനായ ഒരു ഔസേപ്പച്ചനാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം നീതിപൂർവ്വം എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. യാതൊരു ഉറപ്പും ഞാൻ ചോദിച്ചില്ല, വാങ്ങിച്ചിട്ടുമില്ല. കിട്ടാത്തതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ദുഃഖവും സന്തോഷവും അതിനകത്തൊരു പ്രശ്നമല്ല. ആ തീരുമാനം 100% ആ തീരുമാനത്തെ വിജയിപ്പിക്കുക എന്ന് മാത്രം. തീർച്ചയായിട്ടും ഞാൻ മുൻപന്തിയിലുണ്ട്. എല്ലാ ഇലക്ഷൻ ഇതിലും ഞാൻ മുൻപന്തിയിലുണ്ടാവും. ഈ വരുന്ന 2 മാസം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും മുൻപന്തിയിലുണ്ടാവും. എല്ലാ രീതിയിലും ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തിന് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ, എൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. വൻ വിജയത്തോടു കൂടി ജയിക്കും. താങ്ക് യു വെരി മച്ച്. ഞാനാ BJP? അയ്യോ, ഒരിക്കലുമില്ല. എനിക്ക് കണ്ടുകൂടാത്ത ഒന്ന് ഇടതുപക്ഷവും ഒന്ന് വലതുപക്ഷമാണ്. ഉറച്ച് UDF-ൻ്റെ കൂടെ, കേരള കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും, ഒരു സംശയമില്ല.